ഹായ് ഗായ്സ്, ഞാൻ ലാസ്റ്റ് ഷെയർ ചെയ്ത റീല് കുറേ ആൾക്കാർക്കെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്യാമോന്ന്. ഞാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണിച്ചു തരാം. സോ ക്യാൻഡിൽ എത്തിയതിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസിൽ എന്നോട് ചോദിച്ചിട്ടുള്ള എല്ലാ ജനറൽ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ മിക്ക ക്വസ്റ്റ്യൻസും അല്ല ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്നോട് ഇൻ്റർവ്യൂസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിനുള്ള എല്ലാ ആൻസേഴ്സും ഞാൻ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ വായിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവണം. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. എല്ലാവർക്കും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലർക്ക് വായിച്ചിട്ട് അപ്പോൾ തന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും. ഇത് ഞാൻ എനിക്ക് വേണ്ടി എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയ ആൻസേഴ്സാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ പറയാം എന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിൽ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഇതൊക്കെ എന്തായാലും ഏതെങ്കിലുമൊക്കെ റൗണ്ടിൽ ചോദിച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ എനിക്ക് ടെക്നിക്കൽ റൗണ്ട് ക്ലിയർ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇതേപോലെ ജനറൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ റൗണ്ട് ഞാൻ ഫെയിൽ ആവുമായിരുന്നു. സോ ഈ ഒരു കരിയർ ബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ആ ഷീറ്റ് പ്രിപ്പയർ ചെയ്തത് ഇത് ഫോളോ ചെയ്തിട്ടാണ്. ഇതിലെ കുറേ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലാത്ത വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.